ربكم إنه كان غفارا. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇസ്തിഗ്ഫാറുകൾ നീ അധികമായിട്ട് പറയണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മളെല്ലാവരും ഈ ദിക്ർ പറയുന്നവരാ. വെറുതെ കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 വെറുതെ പറയാനുള്ള ദിക്റല്ല ഉമ്മ. എന്താണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവേ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഒരേ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യന് ആ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട്, റബ്ബേ ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാനെ, നീ അത് പൊറുത്തുതാ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരു പ്രാവശ്യം നീ പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപം മുഴുവനും പൊറുക്കണമെങ്കിൽ ഒറ്റ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. പക്ഷെ പറയേണ്ടത് പോലെ പറയണം. നീ അങ്ങനല്ല കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ പാപമേ ഉണ്ടാകത്തുള്ളൂ. നീ നരകത്തിൽ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ വെറുതെ പറയാനുള്ളതല്ല. ആ ദിക്റിന് വലിയ മഹത്വമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാറ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 70 പ്രാവശ്യം എണ്ണിപ്പറ സഹാബാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം. 70 പ്രാവശ്യം എണ്ണിപ്പറ സഹാബ. അനസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിച്ചു, നബിയെ 70 എന്ന് പറയാൻ കാരണം എന്താ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു അവന് 7 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ 70 പ്രാവശ്യം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി മുതൽ, ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുന്ന കാലത്തോളം 70 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്, പ്രതിഫലം പറയാം. പൊക്കണ്ടവനൊക്കെ പൊക്കിക്കോ. ഈ പൊക്കാത്തവന്മാരൊക്കെ കൈ പൊക്കാത്തത് ഓർത്ത് കരയും. അത്ര ഞാൻ പറയും. പ്രതിഫലം പറയുമ്പോ നീ ആലോചിക്കും, പൊക്കിയില്ലല്ലോ അല്ലാഹ്. ഞാൻ ഈ പ്രതിഫലം അങ്ങോട്ട് പറയുമ്പോ നീ ചിന്തിക്കും, പടച്ചവനെ പൊക്കാൻ പറ്റിയില്ലല്ലോ, ഇയാൾ ഇനി ഒരവസരം കൂടെ തന്നേക്കണം. അങ്ങനൊന്നും ഇല്ല. വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോ. 7 പ്രതിഫലം പറയും, ദുആ ചെയ്ത് പിരിയും. താല്പര്യമുള്ളവര് കൈപൊക്കും. ഇന്നു മുതൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പൊക്കണമെങ്കിൽ നല്ല പോലെ പൊക്കിക്കോ. ചിലപ്പോ ഇതിന്റെ പേരിലാണ് നീ നിനക്ക് അല്ലാഹ് സ്വർഗം തരുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്താ അമിനാത്ത നിന്റെ കൈ പൊങ്ങാത്ത? എന്നെ പൊക്കാൻ ക്രൈം വേണോ? പൊക്കും. കുറച്ച് കഴിയുമ്പോ ഞാൻ പറയാം, ഈ ചിരി അങ്ങ് മാറും. അല്ലാഹു നിനക്ക് ഞാൻ ഈ കൈ പൊക്കിയവർക്ക് കൊടുക്കുന്ന പ്രതിഫലം പറയുമ്പോ ഈ ചിരി അങ്ങ് മാറും. നീ ഇരുന്നു കരയും ഇവിടെ ഇരുന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രതിഫലം? ഇന്നത്തെ ദിവസം നീ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. 2 അസ്തഗ്ഫിറുല്ലാഹ് വെറുതെ ഇല്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായതാ. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, തങ്ങളെ ഉണ്ടോ മഴ? മഴയുണ്ടോ? ഇവിടെ നല്ല ആൾക്കാരുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു മഴ പെയ്യാത്ത. എന്നാ അവിടെ മഴ പെയ്തു. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് 7 മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോ നല്ല ഒരു മഴ പെയ്തു. ഇവിടെ മഴത്തുള്ളി പോലും വീണിട്ടില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, തങ്ങളെ വെള്ളമില്ല, തങ്ങളെ ഒന്ന് ദുആ ചെയ്യ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, മഴ വേണോ വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹ് പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, തങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലമായി, തങ്ങളെ മക്കളില്ല, എന്തെങ്കിലും ഒരു വഴി. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറയുന്ന, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില്ല, വലിയ പ്രയാസത്തില്ല, തങ്ങളെ എന്തെങ്കിലും ഒരു വഴി. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. 3 പേരോടും ഒരേ മറുപടി. ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ എന്തേ 3 പേർക്കും ഒരേ മറുപടി തന്നെ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഗവൺമെന്റ് ആശുപത്രി പോയാലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇപ്പൊ പനിയാണെങ്കിലും വയറുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും നെഞ്ചുവേദനയാണെങ്കിലും ടാബ്ലറ്റ് വാങ്ങാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നവന്റെ മുന്നിലൊരു ബോക്സ് ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു 4 എണ്ണം എല്ലാവർക്കും തരും. അതെന്താന്നറിയില്ല, അത് എന്താന്നറിയില്ല, എല്ലാവർക്കും തരും. അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതപ്പോ ചില ബിരുദന്മാരെ, ഞാൻ പണ്ട് എന്റെ 2 സുഹൃത്തുക്കളുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ ഈ 1 രൂപ കൊടുക്കണം പേരെഴുതുന്നതിന്. ഇവിടെ ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരി വരിയായി നിൽക്കാം. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അറിയില്ല. പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കയറി ചെന്നപ്പോ അവിടെ ഒരു ചേച്ചിയായിരിക്കണം, ഇത്തിരി പ്രായമുള്ള. ആ ചേച്ചി പറഞ്ഞു, നിനക്ക് കണ്ണ് കാണത്തില്ലയോ, ഇവിടെ ഇത്രയും പേര് നിരന്നിക്കുന്നുണ്ടല്ലോ. അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ ചേച്ചി വഴക്കു പറഞ്ഞു. അതങ്ങോട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. അവസാനം പോയി വരിയായിട്ട് നിന്നു. എന്റെ മുന്നിൽ 2 പേര് നിൽക്കുന്നു, ഞാൻ 3ാമത്തെ ആളാ. അങ്ങനെ അവസാനം പേര് എഴുതാൻ ചെന്നപ്പോ ഈ ചേച്ചി ഇവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? 1 രൂപ വെച്ചിട്ട് വെച്ച് എന്താ പേരെന്ന്. ഇവൻ പറഞ്ഞു, മുഹമ്മദ് അസറായിൽ എന്ന്. ആ പാവപ്പെട്ട ചേച്ചിക്ക് എഴുതാൻ അറിയാവോ? സത്യത്തിൽ അവന്റെ പേര് നിഹാസ് എന്ന്. അവൻ എന്ത് പറഞ്ഞു? മുഹമ്മദ് അസറായിൽ എന്ന്. ഈ ചേച്ചി വെടി കൊണ്ടതുപോലെ ഇരിക്കാം. എന്താ പേര്? മുഹമ്മദ് അസറായിൽ. ഇവൻ പറയാ, എഴുതാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ എഴുതാം എന്ന് പേടിച്ചിട്ട് ഇവൻ എഴുതിയിട്ട് അങ്ങോട്ട് മാറി. രണ്ടാമത്തവനോട് വെച്ച്, നിന്റെ പേരെന്താ? മുഹമ്മദ് ഇദ്രീസ് ഷാഫി എന്ന് പറഞ്ഞ ചില ബിരുദന്മാർ അങ്ങനെയുണ്ട്. അല്ലാഹു അലം. അല്ലാഹു നമ്മുടെ അതിലൊരാൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചു, 3 പേർക്ക് ഒരു മരുന്നല്ലേ പറഞ്ഞേ? മക്കളില്ലാത്ത പറഞ്ഞവനും മഴയില്ല എന്ന് പറഞ്ഞവനും കച്ചവടം നഷ്ടമായി എന്ന് പറഞ്ഞവരും 3 പേർക്കും ഒരേ ഒരു മരുന്ന്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുത്തു, മോനെ ഞാൻ പറഞ്ഞതല്ല, ഞാനല്ല ഇത് പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് കാണാ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീർ. അല്ലാഹു പറഞ്ഞത്, പറഞ്ഞത് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മഴയില്ല, വെള്ളമില്ല, പടച്ചവനെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലവാ. ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാലവാ. മഴ വേണോ? നിന്റെ കിണറ്റില് വെള്ളം വേണോ? കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ? ഇന്ന് അയൽവാസികൾക്ക് പോലും കൊടുക്കാൻ മടിയാണ്. പലരും വെള്ളം കൊടുക്കാത്തത് തീർന്നു പോകുമെന്ന് കരുതിയട്ടാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, 3 കാര്യങ്ങൾ ആര് ചോദിച്ചാൽ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ നിറമില്ല. ഒന്നാമത്തെ കാര്യം, കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാൽ കൊടുക്കണേ സഹാബാ.
എന്റെ പ്രിയമുള്ളവരെ, കുടിവെള്ളം മുട്ടിക്കരുത്. ചോദിച്ചാ കൊടുക്ക. വെള്ളം തരുന്നവനല്ലയാണ്, വെള്ളം തരുന്നവനല്ലയാണ്. കൊടുത്താലേ കൂടുകയുള്ള ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, മഴ വേണോ വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ. എന്റെ പ്രിയമുള്ളവരെ, 2 മക്കളില്ല, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ. വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട, വെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ കളയണ്ട. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ പോയ അമ്മമാര് വേറെ പണിയൊന്നുമില്ല, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പ വഴി. അങ്ങോട്ട് ചെന്നാ പറയും ഗർഭപാത്രമില്ല, കൗണ്ടിങ് ഇല്ല, അതില്ല, ഇതില്ല, എന്തില്ല. ചങ്ങാതി, മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു തരുന്ന സമ്മാനവാ. അത് അല്ലാഹ് ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പറ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ 2 പേർക്കും മക്കളില്ലായിരുന്നു. എന്ത് കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ? ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു, എന്ത് ഗർഭപാത്രം ഇല്ലാത്തോണ്ടാ? ആയിഷ ബീബി ഇല്ലേ, മുത്തുനബിയുടെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മക്കളില്ലായിരുന്നു. എന്തുകൊണ്ടാ? അല്ലാഹ് കൊടുത്തില്ല. അതന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ, മക്കളെ വേണോ? മക്കളെ വേണോ? അല്ലാഹ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ പറ, മക്കളെ കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാ പറ, ആ ടാബ്ലറ്റ് എപ്പോഴും കഴിക്കും മക്കൾ. പിന്നെ ചിലർക്ക് ഹോബിയാ. മക്കൾ ഇല്ലാത്തതല്ല ഏറ്റവും വലിയ വേദന, ഇല്ലാത്തവന്റെ അടുക്ക പോയി ചോദിക്കും, വിശേഷമായില്ലേ? കടയിൽ നിന്ന് വാങ്ങണ സാധനമല്ലേ? ചിലർക്കത് രസമാന്നേ, പോയിട്ട് ചോദിക്കും, വിശേഷമായില്ലേ, വിശേഷമായില്ലേ. അല്ലാഹു അലം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പാവപ്പെട്ടവന്റെ ശാപം കിട്ടും നിനക്ക്. മക്കളില്ല എന്നറിയാം, എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് കുത്തി കുത്തി നോവിക്കുന്നൊരു വേദന, അത് വല്ലാത്തതാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരിയായിട്ടൊരു നീ ഒരു ദിക്ർ പറഞ്ഞുകൊണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാനൊരു ദിക്റുണ്ട്, അത് പറ. അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിലും ഭേദം മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ, മക്കളെ വേണോ? 2 വഴി. ഒന്ന്, അസ്തഗ്ഫിറുല്ലാ പറയണം. രണ്ടാമത് പറയണം, ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കോ? പറഞ്ഞു കൊടുക്കോ അതോ കളിയാക്കോ? പറഞ്ഞു കൊടുക്കോ കളിയാക്കോ? ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ? പറ ചങ്ങാതിമാരെ, ഇൻഷാ അല്ലാഹ് പറ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട്, ഒരു സാലിഹത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, അള്ളാഹിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല, ദുആ ചെയ്യണം. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു, അവള് പ്രസവിക്കൂല. അല്ലാഹ് പറഞ്ഞ മറുപടി, വെറുതെ ദുആ ചെയ്യണ്ട, അവള് പ്രസവിക്കൂല. ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താ പറയാ? നിങ്ങളുടെ നാട്ടിൽ എന്തൊരു അങ്ങനെ തന്നെ പ്രസവിക്കാത്ത, അവള് പ്രസവിക്കാത്ത പെണ്ണ. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു, അല്ലാഹ് ഇല്ല, പ്രസവിക്കൂല. 3 പ്രാവശ്യം അള്ളാന്റെ മറുപടി ഇത് തന്നെ. ഈ പെണ്ണ് പോയി. ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല, പോയി. കുറെ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുമായിട്ട് മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാ, നബിയെ, ഞാൻ ഗർഭിണിയാണ്, എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി കണ്ണും തെള്ളി നിൽക്കുക. കാരണം അള്ളയാ പറഞ്ഞ ഇവള് പ്രസവിക്കൂല, അള്ളാഹുവാണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല, പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഉത്തര പടച്ചോനെ എന്തു പറ്റി അല്ലാഹ്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, മൂസാ നബിയെ, അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്റാ പറഞ്ഞു. അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്റാ പറഞ്ഞ്. ആ ദിക്റ് പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദിക്ർ യാ റഹീമു യാ അല്ലാഹ്. ഇതെന്നെ കരുണയുള്ള അല്ലാഹ്. അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് കരുണയുള്ള റബ്ബേനാ വിളിച്ചേ. അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിക്ർ മക്കളില്ലാത്ത പാപങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ആ പാപങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ വേണോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് 3,
കച്ചവടം മുഴുവനും വല്ലാത്ത നഷ്ടത്തിലാണ്. ഉസ്താദേ വല്ലാത്ത പ്രയാസത്തിലാണ്. മോനെ പറയടാ, നിന്റെ കച്ചവടത്തിൽ ലാഭം വേണോ? പറഞ്ഞു കച്ചവടമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവർ നീയും പറയണം അസ്തഗ്ഫിറുല്ലാഹ്. ഭാര്യയോട് പറയണം പറയാൻ അസ്തഗ്ഫിറുല്ലാഹ്. പെങ്ങളെ നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലേ നിന്റെ ഭർത്താവിന് കച്ചവടമുള്ളൂ, എങ്കിലേ നിനക്ക് തിന്നാൻ അന്നമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ പ്രതിഫലം നിങ്ങൾക്കുള്ളതാ. ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈയുയർത്തിയവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാ. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുന്ന മല്ലസിമൽ ഇസ്തിഗ്ഫാർ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ പടച്ചവരെ, താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ, വല്ലാത്ത ദുഃഖമാണല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന രോഗമെങ്ങാടും നിനക്ക് പിടിപെട്ടു പോയാൽ നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണല്ലോ. താങ്ങാൻ കഴിയുമോ പൊന്നുമോര്? താങ്ങാൻ കഴിയുമോ പൊന്നുമോര്? നിന്റെ കിഡ്നിയെങ്ങാണം പോയാൽ ഒരു തുള്ളി മൂത്രം പോലും പോകാതെ പടച്ചവനെ മാറ്റിവെക്കണമെങ്കിൽ 20-30 ലക്ഷമാണ്. ഈ കിഡ്നി തകർന്നു പോയിട്ട് വീടിന്റെ അകത്ത് കിടന്ന് വെള്ളം കുടിക്കാൻ കഴിയാതെ, ശ്വാസം മുട്ടികെട്ടുന്ന നേരെ കിടക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? നീ നൊന്ത് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, മാരക രോഗം പിടിച്ചിട്ട് ക്യാൻസർ പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് വാപ്പാ എനിക്ക് വേദനിക്കുന്നു വാപ്പാ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മക്കള് വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നൊരവസ്ഥ കണ്ടാ താങ്ങാൻ കഴിയുമോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹല്ലദീ. താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു തരൂല. എന്റെ പ്രിയമുള്ള സഹോദരാ, 2 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മുത്തുനബി പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. ചില സമയങ്ങളിൽ പടച്ചവരെ ചിന്തിച്ചു പോകുമങ്ങ് മരിച്ചാ മതിയായിരുന്നു അല്ലാ. ആത്മഹത്യ ചെയ്യാ തോന്നുന്ന ചില സമയങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. എങ്കിലാരുമില്ലാത്ത ചില സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നാൽ പടച്ചവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവേ നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം ഏൽപ്പിച്ചിട്ട് അവളെങ്ങാണം മരണപ്പെട്ടു പോയാൽ അവസാനം കബറടക്കി പാതിരാത്രി നീ നിന്റെ വീടിന്റെ അകത്തിരിക്കുമ്പോ നിന്റെ ചെറിയ മക്കള് നിന്റെ അടുക്കൽ വന്നിട്ട് വാപ്പാ എനിക്കുമ്മയെ കാണണം വാപ്പാ, എനിക്കുമ്മയെ കാണണം, എന്റെ ഉമ്മയെ വിടൂ എന്ന് നിന്റെ പൊന്നാര മക്കളെങ്ങാടും ചോദിച്ചാ കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ എന്ത് കഴിയും ചെറുപ്പക്കാരോ? പൊന്നു പെങ്ങളെ പറഞ്ഞോ മോളെ അസ്തഗ്ഫിറുല്ലാഹ്. ഇന്ന് നിനക്ക് ഭർത്താവുണ്ട്, ഭർത്താവിന്റെ വീട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്. പക്ഷേ നിന്റെ ഭർത്താവെങ്ങാടും പെട്ടെന്നങ്ങ് മരിച്ചുപോയാ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട. കുറച്ചു നാള് നിന്റെ വീട്ടുകാര് നോക്കും, അത് കഴിഞ്ഞാൽ അവർക്കും ബാധ്യതയാ മോളെ. വീടിന്റെ അകത്ത് പൊന്നാര മക്കളെ പിടിച്ചിരുന്ന് കരയാനല്ലാതെ എന്ത് ചെയ്യും പെങ്ങള്? അല്ലാഹുവേ അതുകൊണ്ട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നൊന്ത് പ്രസവിച്ച പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കൾ
മക്കളുടെ മയ്യത്ത് കാണാ കഴിയോ ചെറുപ്പക്കാരാ? നിന്റെ പൊന്നാര മക്കളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതെന്നാൽ എങ്ങനെ കഴിയുവടാ? നിന്റെ നെഞ്ചത്ത് കിടന്ന് കളിച്ച മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടാ കഴിയോ? ഇന്ന് വയലിന് വരുന്നതിന് മുമ്പ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പരിസരത്തുള്ള മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാർ പടച്ചവനെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വയലിന് വന്നപ്പെടും, ഒരു മാസത്തിന് മുമ്പ് ഞാൻ അവിടെ വയല് വന്നപ്പെടും, ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തിട്ട് പോയതാ. പക്ഷേ ഇന്ന് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ദുആ ചെയ്തിട്ടാ വരുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യയുടെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. പടച്ചവനെ രോഗം പിടിച്ച് കിടന്നിരുന്ന പൊന്നുമോ, എപ്പോഴും ചുമന്നുകൊണ്ട് നടന്നിരുന്ന പൊന്നുമോ, അവൻ അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തിയിട്ട് യാത്രയാകുമ്പോ മരിച്ച കബറടക്കി 8 ദിവസങ്ങളായി. എന്നാലും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. ആരെക്കൊണ്ടാ താങ്ങാൻ കഴിയാ? പടച്ചവനെ ഞാനിപ്പോ ഉംറയ്ക്ക് പോയപ്പോ 3.5 വയസ്സുള്ള ഒരു പൊന്നുമോ, അല്ലാഹുവേ മക്കത്ത് വെച്ചല്ലേ മരണപ്പെട്ടു പോയത്. മക്കത്ത് വെച്ചിട്ടാ അല്ലാഹുവേ ആ പൊന്നുമോന്റെ ഉമ്മയുടെ ചാരത്തേക്ക് പടച്ചവനെ എന്റെ ഒരു പ്രിയ സുഹൃത്ത് കൊണ്ടുപോയി. ഉസ്താദേ ആ പാവങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കൂ ഉസ്താദ്. എന്തു പറഞ്ഞിട്ടാണെന്നറിയില്ല. അല്ലാഹുവേ അതിനു മുമ്പുള്ള 2 മക്കളും മരണപ്പെട്ടു. അല്ലാഹു കൊടുത്ത 3 എണ്ണവും മരിച്ചുപോയി. ആ ഉമ്മയോട് ഞാൻ എന്തു പറയാരാ? ആ പാവപ്പെട്ട പെങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊടുകുമ്പോ ആർക്കാ താങ്ങാൻ കഴിയാ? ആർക്കാ താങ്ങാൻ കഴിയാ? അതുകൊണ്ട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ, നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു തരൂല. 2 നിന്നെ ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല. 3 കൈവക്കാൻ പറഞ്ഞപ്പോ മടിച്ച ചെറുപ്പക്കാരാ, പറയാൻ പറഞ്ഞില്ലടോ. ഒരു നിയ്യത്ത് തയ്യാറാ പറഞ്ഞത്, ഒരു നിയ്യത്ത് തയ്യാ പറഞ്ഞപ്പോ അതിന് പോലും മനസ്സില്ലാത്ത പെങ്ങള്. ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അല്ലാഹു തരില്ല. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ജുമാ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരോട്, പടച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, പടച്ചവനെ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ, എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ കാണുന്നവരല്ലോ. നിന്റെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നുണ്ട്. കൈപൊക്കാ മടിച്ചവര്, ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. കൈപൊക്കിയവനെ മരിക്കണ കാലം വരെ ഒരാളുടെ മുന്നിലും പോയിട്ട് യാചിക്കേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൈപൊക്കാൻ നിനക്ക് മടിയായിരുന്നല്ലോ, കൈപൊക്കാൻ ഇതിനകത്ത് പലർക്കും മടിയായിരുന്നല്ലോ. നിന്റെ അവസ്ഥ അറിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കരയൂന്ന്, നീ പിരിവെടുക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറ, മരിക്കണ കാലം വരെ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ,
അള്ളാന്റെ ഇൽമ പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. മുത്ത് നബിയാ പറഞ്ഞത്. ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ സദഖ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്ത് നബിയാ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. മോനെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്ന നിന്റെ വീട് വിറ്റാ പോലും മാറൂല, നിന്റെ സമ്പാദ്യം മുഴുവനും വിറ്റാലും മാറൂല. ആ മാരക രോഗം മാറാനുള്ള ഒരു വഴി ഈ വരുന്ന ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞിട്ട് നിന്റെ കയ്യിലുള്ളതിൽ ഒരല്പം ഇട്ടുകൊടുക്ക്. അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കും, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. മാരക രോഗങ്ങളെ തൊട്ട്, അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സദഖ എടുക്ക്. ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ, ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ. ഇന്ന് നീ ഇത് കൊടുത്ത ലക്ഷങ്ങൾ ചെലവഴിച്ചാ മാറാത്ത രോഗം അള്ളാഹു നിനക്ക് മാറ്റിത്തരും. ലക്ഷങ്ങൾ ചെലവഴിച്ചാലും മാറാത്ത രോഗങ്ങൾ, ചിലപ്പോ ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ചിലപ്പോ ഈ കൊടുക്കണ സദക്ക കൊണ്ടായിരിക്കും അള്ളാഹു ശിഫയാക്കി തരുന്നത്. അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ എല്ലാവരും എന്തേ സംഘാടകർ ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി ധൃതി കാണിക്കരുത്. നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. നിന്റെ പെങ്ങളെ കെട്ടിക്കാനല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചോ. ഈ ബക്കറ്റിന്റെ പിരിവിന് പോകുന്നവരെ നിനക്ക് വീട് കെട്ടാനോ അല്ലെങ്കിൽ നിന്റെ സഹോദരിയെ കെട്ടിക്കാനോ നിനക്ക് ഭക്ഷണം വാങ്ങാനോ അല്ല. അള്ളാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ. 1 മിനിറ്റ് അവിടെ നിൽക്ക്. ഓൻ എടുത്തിടുവോ നോക്ക്. എടുത്ത് വാങ്ങിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, അള്ളാഹു ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അള്ളാഹു ദാരിദ്ര്യം മരിക്കണ കാലം വരെ തരൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്ര കാര്യങ്ങൾ സൂക്ഷിച്ച, എത്ര കാര്യം സൂക്ഷിക്കോ? ഓ, ഇങ്ങനെ ഇനി വസ്തു വീടിന്റെ പ്രമാണം വല്ലതും ചോദിച്ചാലോ എന്നുള്ള പേടി. എനിക്ക് ആരുടെ 5 പൈസ വേണ്ട, നിങ്ങളുടെ ആരുടെയും 5 നയാ പൈസ എനിക്ക് വേണ്ട. കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അള്ളാടെ കാര്യം വിട. അള്ള അംബാനിയെ കാര്യം വലിയ ആളല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു അങ്ങനെയുള്ള സമ്പന്നന്മാരാക്കി തരുമാറാകട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാ മതി. പിന്നെ അംബാനി നമ്മളാ. കാരണം എന്തേ? എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹു ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നപ്പോ ഈ ചങ്ങാതിമാരുടെ കൂടെ ഇവിടെ ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. എന്റെ പേരുള്ളത് കൊണ്ടല്ലേ ഞാൻ പോയി കഴിച്ചേ. എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? പറ ചങ്ങാതിമാരെ, കഴിക്കോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ തിന്നോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങൾക്ക് കിട്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? പിന്നെ അസൂയ വെച്ചാൽ അതിനെ ഭ്രാന്തെന്നാ പറയണേ. അതിനെന്താ പറയാ? വട്ട്. അതന്നെ. ഞാൻ തലകുത്തി കിടന്ന നിങ്ങൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടൂല, എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്കും കിട്ടൂല. ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. പിന്നെ എന്തിനാ മേടിക്കണേ? അള്ളാഹു നമുക്ക് ദാരിദ്ര്യത്തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 4 കാര്യം സൂക്ഷിക്കോ? ഇൻഷാ അള്ളാഹ്. നേരെ ഇരിക്കാതെ ഇതിലെ കടപ്പുറത്തിരിക്കണം. ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണം. നേരെ ഇരി മനുഷ്യന്മാരെ, സ്വർഗമല്ലേ ഇത്? നേരെ ഇരുന്ന് അൽഹംദുലില്ലാ. ഒന്നാ ഇങ്ങോട്ട് നോക്കൂ. താത്താമാരൊക്കെ വീശിക്കോ. ഇപ്പോഴല്ലേ വീശ, അവിടെ എന്തോ വീശല. അല്ലാഹു അലം. നിനക്ക് ഇവിടെ ഇരുന്നപ്പം തന്നെ വീശല്. ഇത്രയ്ക്കും ചൂടില്ലേ? നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ആലോചിക്കേ. പൊരിക്കോ അതിനകത്തിട്ട്. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ വീശാതിരി, ചിലപ്പോ അവിടെയെങ്കിലും രക്ഷപ്പെടും. ഇവിടെ വീശാതിരുന്ന അവിടെയെങ്കിലും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 1
മരിക്കണ കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒന്നാമത്തെ വഴി, ചെയ്യാന്ന് താല്പര്യമുള്ളവർ കൈവക്കിക്ക്. പൈസ ചെലവില്ലാത്ത കാര്യമല്ലേ. ഒന്ന് പൊക്ക് വാപ്പ, ഒന്ന് പിടിച്ച് പൊക്കടാ, പൈസല്ലേ, നീ എന്താ കൈവക്കാത്ത? ആ സുൽഫി പോയില്ലേ, ഓമ്പോ കിടന്ന് ഉറങ്ങട്ട്, കുഴപ്പമില്ല, രാത്രി വണ്ടി ഓടിക്കേണ്ടതല്ലേ, ഇൻഷാ അല്ലാഹ്. ആ താഴ്ത്തിയിട്. ഈ പൊക്കിയ കൈക്കകത്ത് കിടക്കണ മോതിരൊക്കെ ഇന്ന് ഊരിക്കോണം കേട്ടാ. ഈ പൊക്കിയ കൈക്കകത്തുള്ള മോതിര ഇന്ന് ഊരി തന്നിട്ട് പൊക്കോ, നാളെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോക്കും പള്ളിക്കുടിയിൽ. നാളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, അവിടെ വന്ന് റെസ്റ്റ് എടുത്തോണം ഖിയാമത്ത് നാൾ വരെ കേട്ടാ, ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് നോക്കൂ. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റാൽ അള്ളാഹു നിനക്ക് മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേറ്റാ? ഇവിടെ 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ. സുബഹി നിസ്കരിക്കുന്നവനല്ലേ എഴുന്നേക്കണ്ടേ? ആരാ ആലോചിക്കുക. ഒന്ന്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക. 2, പറഞ്ഞിരട്ടെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കാര്യം, എപ്പോ ഒളുവെടുക്കണം? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒളുവെടുക്കണം. 3, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ആണുങ്ങൾ മുഴുവനും പള്ളിക്കകത്തും പെണ്ണുങ്ങൾ നിസ്കാരപ്പായിലും ഇരുന്നാൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസലാത്തു ഖൈറും മിനൻ നൗം എന്ന് മോദ്യം വിളിക്കണ കേട്ട കാലം ഒന്ന് ഓർത്തു നോക്കിയേ. കഴിഞ്ഞ റമദാനിൽ എപ്പോഴാ കേട്ടതാ? സുബഹി നിസ്കരിക്കുന്ന വാപ്പ ഇത് കേൾക്കൂല. കാരണം 5:35 ഇഖാമത്ത്, 5:20 അലാറം വെച്ചിരിക്കണേ. സുബഹി നിസ്കരിക്കുക. നിങ്ങൾ ആലോചിക്കപ്പോ നിങ്ങളെന്താ വിചാരിച്ച നിസ്സാരാന്നാ? ഇവിടുത്തെ പള്ളിയിലെ മോദി സാഹിബിനോട് ചോദിക്കണം, ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് പള്ളിക്കകത്ത് ആരെങ്കിലും ഉണ്ടോന്ന്. സാധാരണ ഉണ്ടാവാറില്ല, എങ്കിലും ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ ചോദിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കണം, നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ഞെരുക്കോ ഉണ്ടോന്ന് ചോദിച്ചാൽ മതി. GSTയോ അല്ലെങ്കിൽ നോട്ട് നിരോധനമോ അല്ലെങ്കിൽ ഗൾഫോ നിങ്ങളെ വല്ലോ ബാധിച്ചോന്ന് വെച്ചാൽ ആ വാപ്പായി ഇന്ന് വരെ ആരും ബാധിച്ചിട്ടില്ല, നീ ബാധിക്കാതിരുന്നാ മതി. ആ വാപ്പായിക്ക് ഒന്നുമില്ലെന്നേ. കാരണം എന്റെ മുകളിൽ ആകാശം, താഴെ ഭൂമി. അള്ളാഹു ആ മനുഷ്യന്റെ ഉത്തരവാദിത്തം പടച്ചവൻ ഏറ്റെടുത്തിരിക്കല്ലേ. മരിക്കണ വരെ ദാരിദ്ര്യം ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4 ഇശായി നിസ്കരിച്ചു, വിത്തർ നിസ്കരിച്ചു, നേരത്തെ കാലത്ത് പോയി കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത ചർച്ചകൾ, മോശമായ കാര്യങ്ങൾ പറയാനോ കേൾക്കാനോ കാണാനോ നിൽക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചായ നിസ്കരിച്ചു, വിത്തരം നിസ്കരിച്ചു. രാഷ്ട്രീയം പലരും പറയും, നീ എന്തിനാ പോയി കേൾക്കാൻ പോണേ? അതെങ്ങനെ പടച്ചവൻ? അള്ളാഹ് നിസ്കാരവും കഴിഞ്ഞു, ഹുമ്മാക്ക് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് സീരിയലിന്റെ മുന്നില്ല ചന്ദന മഴയും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാം. മഴ ഇങ്ങനെ ഇറങ്ങുന്നതും കാത്തില്ലേ, പരസ്പരമൊക്കെ തീർന്നെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ടാ എപ്പോഴും എല്ലാം അതിന്റെ മുന്നിലാ. പിന്നെ ചിലതാണെങ്കിൽ മൊബൈല് നെഞ്ചത്ത് വെച്ചോണ്ടാ ഉറങ്ങണേ. ഖുർആൻ നെഞ്ചത്ത് വെച്ചോണ്ട് ഉറങ്ങണ പോലെ മൊബൈല് നെഞ്ചത്ത് വെച്ചോണ്ട്. പിന്നെ ചിലര് ടിക്ടോക്കിന്റെ കാലം. ഉമ്മ നീയും കേറിക്കോ ടിക്ടോക്കിലേട്ടാ. ഇപ്പം ടിക്ടോക്കില്ല, എല്ലാം ടിക്ടോക്കിന്റെ പുറകിൽ. ഇതൊക്കെ തന്നെ അവസ്ഥ. പാട്ടും കേട്ട് ഇങ്ങനെ കിടന്ന് സിനിമ കണ്ടുറങ്ങണവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ 4 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മരിക്കണ കാലം വരെ ദാരിദ്ര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുള്ളയുടെ പ്രതിഫലവാ പറയണേ ഇൻഷാ അല്ലാഹ്. സമയം എന്തായി? അല്ലാഹ് 11:30 ആയിപ്പാ. അതാ മുഖത്തൊരു ഗൗരവം. ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു 3 എണ്ണം കൂടെ പറയണമെന്നുണ്ട്. പ്രതിഫലം പറയണമെന്ന് പറഞ്ഞാൽ പറയാ, നിർത്തണമെങ്കിൽ നിർത്താം. എന്ത് വേണം? നിങ്ങൾ ഇരിക്കുവോ? പറയണമെന്ന് താല്പര്യമുള്ള ഒരു കൈപൊക്കിക്ക്. നമുക്ക് മദ്രസ കെട്ടണ്ടേ? ഈ ഉഷാറ് പൈസ ഒതുക്കുമ്പോഴും കാണണം. ഈ ഒരു ഉഷാർ എപ്പോഴും കാണണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അള്ളാഹ് തരുന്ന ശിക്ഷ എന്താ? നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. കുടിച്ചാൽ അള്ളാഹു തരുന്ന ശിക്ഷ മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ വീട്ടിൽ നോക്കിയ ഓട്ട മത്സരവാ. ഉമ്മ പുറകിൽ നടക്കാ. മക്കളെ സ്കൂളിൽ വിടുമ്പോ ഉമ്മ വെള്ളവും കൊണ്ട്, ഉമ്മയ്ക്ക് പിന്നെ നിന്നിട്ടല്ല നടന്ന തിന്നണ മക്കളുടെ പുറകിൽ ഉമ്മ ഓടുക ഭക്ഷണമായിട്ട്. ഇരിക്കാൻ വയ്യ. ഇതൊരു പരിശീലനാട്ടാ.
പഠിച്ചോണം, ഇതൊരു പരിശീലനമാണ്. എന്തിനുള്ള പരിശീലനം എന്നറിയോ? മക്കളെയും കൊണ്ട് മണ്ണാർക്കാട് മുതൽ തിരുവനന്തപുരം RCC വരെ ഓരോ ഹോസ്പിറ്റലും കയറി ഇറങ്ങി ഓടാനുള്ളതിനുള്ള ഒരു പരിശീലനമാണ് നിന്റെ വീട്ടിൽ നടക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്തഗ്ഫിറുള്ളയുടെ പ്രതിഫലമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുള്ളയുടെ 3 പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞു തരാ. 70 പ്രാവശ്യം പറയാ തീരുമാനിച്ചവര് ജീവിതത്തിൽ സമാധാനമുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ജീവിതം കുതിക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, സമാധാനമുള്ള ഒരു ജീവിതം വേണോ? സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അതാ നിനക്ക് പടച്ചവൻ അതാ സമാധാനമുള്ള ഒരു ജീവിതം തരികയാ, ഒരു സന്തോഷമുള്ള ജീവിതം. ഉസ്താദേ, എന്റെ ഭാര്യ ഒന്ന് നിസ്കരിക്കുന്നവളായിരുന്നെങ്കിൽ, അവള് ഞാൻ പറയുന്നതനുസരിക്കുന്ന ഒരു പെണ്ണായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു ഉസ്താദ്. എത്ര കൊടുത്താലും തികയുന്നില്ല, എന്ത് ചെയ്താലും അവൾക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. എന്നെ കുറ്റപ്പെടുത്തുകയാ, എന്നെ കുത്തുവാക്ക് പറയുകയാ. എന്റെ മാതാപിതാക്കൾ അവള് നോക്കുന്നില്ല ഉസ്താദ്. കരഞ്ഞുകൊണ്ട് പറയുന്ന ചെറുപ്പക്കാരാ, അതിനൊരു പരിഹാരം വേണോ പൊന്നുമോര്? പെങ്ങളെ, എന്റെ ഭർത്താവൊന്ന് നന്നായി കാണണം ഉസ്താദ്. ഞാൻ എപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്, എന്റെ ഭർത്താവ് ഒരിക്കലെങ്കിലും ഒന്ന് നിസ്കരിക്കുന്നത് കാണാരാ, ഒന്ന് ഖുർആൻ എടുത്ത് കയ്യിൽ പിടിക്കുന്നത് കാണാരാ, അല്ലാഹുവേ ഒന്ന് നോമ്പ് പിടിക്കുന്നത് കാണാരാ, അല്ലാഹുവേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന പെങ്ങള് മതാഅൻ ഹസനാ. അല്ലാഹുവാ പറയുന്നത്, പടച്ച റബ്ബ് നിനക്കൊരു നല്ല ജീവിതം തരും പെണ്ണേ. മോനെ പറയടാ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഈ ദിക്ർ പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലമാ. എന്തേ പ്രതിഫലം എന്തെന്നറിയോ? ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു തരട്ടെ, ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു തരട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, പണക്കാരനാകണമെന്നല്ല. കഥാഹൃദയത്തിന്റെ അകത്തൊരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? പടച്ചവരെ, ഒരു ദിവസം 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിൽ ഏത് കോലത്തിലാ വരുന്നതെന്നറിയില്ല. പടച്ചവനെ, നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരുമല്ലോ. ഇന്ന് വരെ മലക്കുകളെ കാണാത്ത നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുകളെ കാണുമല്ലോ. അല്ലയാ പറഞ്ഞത്, ഫകശഫിനാ അൻക ഇതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുൽ മൗത്തിനെയും അനുയായികളെയും കാണുമല്ലോ. നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, കാണേണ്ട താമസമോ പിടഞ്ഞു താഴെ വീണു. ഇവര് മുഴുവനും നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് അവര് പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക് വളന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ, നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിന്റെ തള്ളവരിൽ നിന്ന് പടച്ചവനെ തല്ലിച്ചതച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ മുട്ടുവരെ, അവിടുന്ന് അരവരെ, അവിടുന്ന് അരവരെ, അവിടുന്ന് നെഞ്ചുവരെ, അവിടെ
അവിടുന്ന് കഴുത്തുവരെ അല്ലാഹുവേ ഈ മലക്കുകൾ മുഴുവനും നമ്മുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയിൽ കൊണ്ടുവച്ചിട്ട് ഇവരെല്ലാവരും കൂടെ എന്റെയും നിങ്ങളുടെയും കൈകാലുകൾ മുഴുവനും പിടിച്ചു വെക്കുന്ന രംഗമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അതാ മലക്കുൽ മൗത്ത് നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹങ്ങ് വലിച്ചെടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയണ്ടേ മോനെ, പറയണ്ടേ ചെറുപ്പക്കാരാ, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാ കുതിക്കാത്ത പെണ്ണുണ്ടോ? ഉമ്മ നീ എപ്പോഴും പറയും ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാ, 17 എന്റെ മാതാവ് മരിച്ചത് എന്റെ പിതാവ് മരിച്ചതെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവി മരിച്ചാ നിനക്കെന്ത് കിട്ടാനാടാ? പെണ്ണെ, നിന്റെ ഉമ്മ റമളാൻ മാസത്തിൽ മരിച്ചാ നിനക്കെന്ത് കിട്ടുവടി? നിന്റെ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും, നിനക്കല്ല ഒന്നും തരില്ലല്ലോ. അതുകൊണ്ട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹ് തരുന്ന പ്രതിഫലം ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, പടച്ചവൻ നിനക്കൊരു നല്ല മരണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ വാപ്പാ മോഹമില്ലേ, വാപ്പാ ആഗ്രഹമില്ലേ, വയസ്സായില്ലേ വാപ്പാ, എപ്പോഴെവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല. നിന്നെക്കാലം പ്രായം കുറഞ്ഞവരുടെ മയ്യത്ത് എത്രയോ കണ്ടു വാപ്പാ. അതുകൊണ്ട് പെങ്ങളെ ഇന്ന് മുതൽ തുടങ്ങിക്കോ, ഇന്ന് മുതൽ തുടങ്ങിക്കോ, നാളെയാക്കണ്ടടി പെങ്ങള്. ഇന്നത്തെ രാത്രി പറയാതെ ഉറങ്ങല്ലേ. ഈ റജബ് 27 നോമ്പ് പിടിച്ച അല്ലാഹു മുത്തുനബി ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോയ ഈ പുണ്യമായ സദസ്സില്, ഈ പുണ്യമായ ദിവസത്തില് ഒരു നല്ല തീരുമാനമെടുത്തോ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. പറയാതെ ഉറങ്ങില്ല ഉസ്താദ്. അല്ലാഹു പറയുകയാ, നിനക്കൊരു നല്ല മരണം അല്ലാഹു തരും ചെറുപ്പക്കാരാ. കൊതി തോന്നാറില്ലേടാ? പലരുടെയും മുഖം കാണുമ്പോ നിനക്ക് കൊതി തോന്നാറില്ലേ? എന്തൊരു പ്രകാശമാപോര്, എന്തൊരു പുഞ്ചിരിയായിരുന്നടാ ചെറുപ്പക്കാരാ. വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേരുടെ മയ്യത്ത് കണ്ട വാപ്പാ, നിനക്കും ഇതുപോലെ ഒരു വെള്ളിയാഴ്ച പോകണ്ടേ? അതുകൊണ്ട് പറഞ്ഞു 6 അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഒരു പ്രതിഫലം കൂടെ പറയട്ടെ, ഇന്ന് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ടൊന്ന് കരഞ്ഞുകൂടി, ചെയ്തു പോയ പാപങ്ങള് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്ന് ഏറ്റുപറഞ്ഞുകൂടി. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഇന്നീ സദസ്സിലിരുന്ന് കൊണ്ട് തൗബ ചെയ്യാൻ കഴിയുമോ? നീ സദസ്സിലിരുന്നിട്ട് ആർക്കെങ്കിലും അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ കഴിയോ? പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയുമോ? പെങ്ങളെ, നീ എങ്ങാണം നീ സദസ്സിലിരുന്ന് കൊണ്ട് ചെയ്ത പാപങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നീ എങ്ങാണം ഒന്ന് കരഞ്ഞാ, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഈ പെണ്ണിന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യുമടി പൊന്നുമോളെ. ചെറുപ്പക്കാരാ, ഇന്ന് ദുആ ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ട് പാപമേറ്റു പറയാ കഴിയോ? അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, ഇവന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ.
മലക്കുകൾ അല്ലാഹുവോട് നിനക്ക് സ്വർഗം കിട്ടാൻ ദുആ ചെയ്യുകയാ. വാപ്പാ കരവാപ്പാ, പ്രായം കുറെ ആയില്ലേ വാപ്പാ, ഇനി എന്ന് നന്നാകാനാവുപ്പാ? 40 വയസ്സ് കഴിഞ്ഞില്ലേ വാപ്പാ? 40 വയസ്സ് കഴിഞ്ഞവൻ പിന്നെ മരണത്തിനെ ഓർത്തിരിക്കണമെന്നാ അള്ളാന്റെ ഖുർആനിലെ ഒരായത്തോതിയിട്ട് അസ്രായിലിനെ കാത്തിരിക്കണമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ച പ്രായമായില്ലേ വാപ്പാ? ഈ മുടിയെല്ലാം നരച്ചിട്ട് ഒരുപാട് രോഗങ്ങളുമായിട്ട് നടന്നിട്ടും നിനക്കൊന്നും നന്നാകാൻ തോന്നുന്നില്ലല്ലോ എന്റെ ഉമ്മ. എപ്പോഴും നീ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. ആ വേദന സിറാജിനറിയില്ല. പ്രസവത്തിന് വേദനയുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ നീ ഒന്നല്ല ഉമ്മ, 3ഉം 4ഉം പ്രാവശ്യം നീ ആ മരണവേദന അനുഭവിച്ചവളല്ലേ. ഈ പ്രസവത്തിന് പോലും ഇത്ര വേദനയുണ്ടെങ്കിൽ ഉമ്മ, മരണത്തിന് എത്ര വേദനയാ ഉമ്മ. റജബ് മാസമല്ലേ ഉമ്മ? നിന്റെ ഉമ്മ റജബ് മാസം എത്തുമ്പോഴേ വീടും പരിസരവും ഒരുക്കി റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് നീ നിന്റെ ചെറുപ്രായത്തിൽ കണ്ടവളല്ലേ പെണ്ണെ. എന്തേ നിനക്ക് സംഭവിച്ചു പോയത്? അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ മുന്നിൽ ഈ രാത്രി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താ അള്ളാഹുവിനോട് മലക്കുകൾ പറയുകയാ, അള്ളാഹുവേ ഇവരുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ, ഇവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. വാപ്പാ നിനക്ക് മാത്രമല്ല, മലക്കുകൾ അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവരെ ഇവന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട് തമ്പുരാനെ, രക്തം വിയർപ്പാക്കി ഇവന് വേണ്ടി ജീവിച്ച ഒരു വാപ്പയുണ്ടല്ലാ. പടച്ചവരെ 9.5 മാസക്കാലം ഇവനെ ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച ഇവനെ പാല് കൊടുത്തു പട്ടിണി കിടന്നിട്ട് പാല് കൊടുത്ത് പോറ്റി വളർത്തിയ ഒരു പാപം ഉമ്മയും ഇവനുണ്ട് റബ്ബേ. ഇവന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കൂടെ സ്വർഗം കൊടുക്കണേ അല്ലാ. മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, നിനക്ക് മാത്രമല്ല നിന്റെ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടാൻ, നിന്റെ വാപ്പയ്ക്ക് സ്വർഗം കിട്ടാൻ പെങ്ങളെ ഇന്ന് തൗബ ചെയ്താൽ മലക്കു പറയുന്നു, വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം. പടച്ചവരെ ഈ പെണ്ണിനൊരു ജീവിതം കൊടുത്ത ഒരു ഭർത്താവുണ്ട് തമ്പുരാനെ. പാതിരാത്രി ഇവരുടെ കൂടെ കിടപ്പറ പങ്കിടുന്ന ഒരു പെണ്ണുണ്ട് നാഥാ. ഇവന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയുണ്ട് റബ്ബേ. ആ പെണ്ണിന് കൂടെ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ടും മലക്കുകൾ ദുആ നിർത്തുന്നില്ല. അവര് പറയുകയാ, വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. പടച്ചവരെ ഇവരുടെ രക്തത്തിൽ പറന്ന ഇവരുടെ മക്കളുണ്ടല്ലോ, ആ മക്കളെ കൂടെ നീ നാളെ സ്വർഗത്തിൽ ഇവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മലക്ക് ദുആ ചെയ്യുമടാ. ചെയ്തു പോയ ഒരു പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുന്ന മനുഷ്യന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഖുർആനാ പറഞ്ഞത്. എന്നിട്ട് അവര് പറയുന്നു, ഇനിയും ഇവനെ പഴയ തെറ്റിലേക്ക് കൊണ്ടിടല്ലേ അല്ലാ. ഈ പെണ്ണിനെ ഇനിയും നീ പാപം ചെയ്യിപ്പിക്കല്ല റബ്ബേ. ഇവൾക്ക് നീ കാവല് കൊടുക്കണേ അല്ലാ.
എന്ന് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു പിരിയാ, ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു പിരിയാ. ഇന്നീ സദസ്സിലിരുന്ന് കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് നിറകണ്ണുകളോട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും എണ്ണി പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചിട്ട് മടങ്ങിയ ഈ പോകുന്ന വഴിയിലെങ്ങാടും നീ മരിച്ചു പോയാ അല്ലാഹുവേ, നാളെ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ മോനെ. നാളെ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. നിന്റെ ജനാസ നാളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ തൗബ ചെയ്ത ഒരു മനുഷ്യൻ തൗബ ചെയ്തിട്ട് മരിച്ചു പോയാൽ, തൗബ ചെയ്തിട്ട് മരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. തൗബ ചെയ്തിട്ട് മരിച്ചാൽ അവൻ അല്ലാഹു തരുന്ന പ്രതിഫലമല്ല, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമല്ല. ഈ സദസ്സിൽ ഇരുന്ന് തൗബ ചെയ്ത നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി മരിച്ചു പോയാ നാളെ നിന്റെ ജനാസ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന മറ്റുള്ള കബറാളികളുണ്ടല്ലോ, അവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഹാഫിളിന്റെയോ ആലിമിന്റെയോ പ്രതിഫലമല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റുപറ്റിപ്പോയി, ആ പറ്റിപ്പോയ തെറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് മരിച്ച നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന മറ്റുള്ള ഖബറാളികൾക്ക് പോലും നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗബ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തൗബയ, ഇഖ്ലാസോടുകൂടിയുള്ള തൗബ. ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും.